സെൻസർ ബോർഡും സിനിമാക്കാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്പം ആശങ്കയോടുകൂടി തന്നെ നമ്മൾ പറയേണ്ടി വരും. വളരെ കാലം മുമ്പ് തുടങ്ങിയ ഈ ഒരു സെൻസർ ബോർഡ് സിനിമാ പ്രവർത്തകർ യുദ്ധം ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്ന്. ചില സിനിമകൾ പുറത്തിറങ്ങുന്ന സമയത്ത് സെൻസർ ബോർഡ് കൃത്യമായിട്ടും പ്രധാന ഭാഗങ്ങളിൽ കത്രിക വയ്ക്കുകയും പിന്നീട് സംവിധായകനോ നിർമ്മാതാവോ ഒക്കെ അതിനെക്കുറിച്ചുള്ള പരാതിയുമായി എത്തുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ദുൽഖറിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കമ്മട്ടിപ്പാടമാണ് ഇപ്പോൾ സെൻസർ ബോർഡുമായിട്ട് ഉടക്കിയിരിക്കുന്നത്. സംവിധായകൻ രാജീവ് രവി ഇതിനെതിരെ ശക്തമായി രംഗത്തേക്ക് വന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സിനിമയിൽ വയലൻസ് കൂടുതലാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റോട് കൂടിയാണ് കമ്മട്ടിപ്പാടം തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, പ്രദർശനം നടക്കുന്ന ചില സിനിമാ തിയേറ്ററുകളിൽ കുട്ടികളെ അകത്തേക്ക് കയറ്റിവിടാതെ തിരിച്ചയക്കുന്നു എന്നുള്ളതും രാജീവ് രവി ഉന്നയിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. സിനിമ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അത് കണ്ട് ആസ്വദിക്കുന്ന പ്രേക്ഷകന് അതിന് പിന്നിൽ എന്തൊക്കെ നടന്നു എന്ന് ചിന്തിക്കാനുള്ള സമയം സാധാരണ കിട്ടാറില്ല. എന്നാൽ കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിൽ ദുൽഖർ പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങളിൽ പശ്ചാത്തലമായി ഉപയോഗിച്ച പാട്ടും ചില സംഭാഷണങ്ങളും ഒക്കെ ഒഴിവാക്കിയാൽ മാത്രമേ ചിത്രം തിയേറ്ററിലേക്ക് എത്തൂ എന്ന് സെൻസർ ബോർഡ് വാശി പിടിച്ചു. എന്ത് ചെയ്യാൻ, സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളത് സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും കടമയാണല്ലോ. അതുകൊണ്ട് തീർത്തും സെൻസർ ബോർഡിനോട് സഹകരിക്കേണ്ടിയും വന്നു. എങ്കിലും ഇത്തരത്തിലുള്ള നടപടികൾ, സമീപനങ്ങൾ ആവശ്യമില്ലാത്തതാണെന്നും സെൻസർ ബോർഡ് ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ മലയാള സിനിമയുടെ മുന്നോട്ടു പോക്ക് വളരെ ദുഷ്കരമായിരിക്കുമെന്നും മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ രാജീവ് രവി പറയുന്നു. ചേച്ചി എന്ന് എന്താണോ അത് അമ്മ കാരനാണ്. സോ ഒബ്വിയസ്ലി ദാറ്റ്സ് വെയർ ഇറ്റ് ഓൾ കംസ് ഫ്രം.